എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ഞാൻ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമാണ് വായിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ 9ാമത്തെ ചാപ്റ്ററായ നിങ്ങൾക്കുള്ള രഹസ്യം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും സ്രോതസ്സും ദാതാവും ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നാം ആവശ്യപ്പെടുന്നതെല്ലാം വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ആകർഷണ നിയമം നമുക്ക് എത്തിച്ചു തരുന്നു. ആകർഷണ നിയമം ഒരു സംഭരണ നിയമം ആണെന്ന് കണക്കാക്കുക. അനന്തമായ ശേഖരത്തിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു നിയമമാണ് അത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഏറ്റവും മികച്ച തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ച വ്യക്തികളും സംഭവങ്ങളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് നൽകുന്നത് ആളുകളല്ല. അങ്ങനെ ഒരു തെറ്റായ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂനത അനുഭവപ്പെടും. കാരണം ഒരു സ്രോതസ്സായി നിങ്ങൾ കാണുന്നത് ചുറ്റുമുള്ള ലോകത്തെയും അതിലെ വ്യക്തികളെയുമാണ്. എന്നാൽ യഥാർത്ഥ സ്രോതസ്സ് നമ്മൾ പരമാത്മാവ്, ദൈവം, അനന്തമായ ജ്ഞാനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കുന്ന ആ അദൃശ്യ മണ്ഡലമാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ച സ്രോതസ്സുമായി ഐക്യപ്പെടുന്ന തരംഗദൈർഘ്യത്തിലേക്ക് എത്തുന്നതിലൂടെ നിങ്ങൾ ആകർഷണ നിയമപ്രകാരം നേടുന്നതാണ്. സർവ്വവ്യാപിയായ മഹാജ്ഞാനം വ്യക്തികളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും അതിനായി ചലിപ്പിച്ചതുകൊണ്ടാണ്. അതാണ് നിയമം. ലിസ നിക്കോൾസ് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ശരീരം, ഭൗതിക സ്വത്വം പലപ്പോഴും നമ്മുടെ മനസ്സുകളെ വ്യതിചലിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മാത്രം. വാസ്തവത്തിൽ ആത്മാവ് എത്രയോ വലുതാണ്. ശാശ്വതമായ ജീവനാണ് നിങ്ങൾ. മനുഷ്യരൂപത്തിലുള്ള പൂർണ്ണതയാർന്ന ദൈവസാക്ഷാത്കാരമാണ്. മൈക്കൽ ബെർണാഡ് ബെക്വിത്ത് പറയുന്നത് ഇങ്ങനെയാണ്: വേദപ്രമാണ ഭാഷയിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മബോധത്തിൻ്റെ മറ്റൊരു പ്രകടനമാണ്. ചുരുൾ നിവരുന്ന സാധ്യതകളുടെ അനന്തമണ്ഡലമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം തികച്ചും സത്യവുമാണ്. നിങ്ങൾ എന്താണോ അതിൻ്റെ 99% കാണാനോ സ്പർശിക്കാനോ കഴിയാത്തതാണ്. ആർ. ബക്മിൻസ്റ്റർ ഫുള്ളറിൻ്റെ വാക്കുകളാണ് മേൽ പറഞ്ഞത്. ഭൗതിക ശരീരത്തിലെ ദൈവ സാന്നിധ്യമാണ് നിങ്ങൾ. ദേഹിയും ദേഹവുമാണ് നിങ്ങൾ. ശാശ്വത ജീവൻ്റെ സ്വയം പ്രകാശമാണ് നിങ്ങൾ. ഇന്നത്തെ വായന ഞാൻ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും തരണേ. താങ്ക് യു.